أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولأولادنا ولإخواننا ولأخواتنا ولمن أوصانا بالدعاء ولطالب العلم يا رب العالمين ولجميع المسلمين والمسلمات യാ യുഹന്നാസു അബ്ദു റബ്ബക്കും യാ എന്ന ബഈദിലേക്കുള്ള ദൂരമുള്ള ആളെ വിളിക്കാൻ ഉപയോഗിച്ച ആ വിളി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ അടുത്തന്നെ ഉണ്ടല്ലോ എന്നുള്ളതിനൊക്കെ മറുപടി പറഞ്ഞു. ഇനി യാ യുഹന്നാസു യന്നാസു എന്ന് പറഞ്ഞാൽ പോരെ, ജനങ്ങളെ. യാ അയ്യുന്നാസു എന്ന് പറഞ്ഞാൽ പോരെ, യാ അയ്യുഹന്നാസു എന്നൊക്കെ എന്തിനാണ് പറയുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. യാ സെയ്തു എന്നല്ലേ പറയലുള്ളൂ. അപ്പോൾ യാ അന്നാസു എന്ന് പറഞ്ഞാൽ പോരെ. അതിനു മുമ്പ് ഈ അയ്യുഹ എന്നുള്ളത് അന്നാസു എന്നുള്ള എല്ലാം കൂടെ മുഫീദായ ഒരു ജുംലയാണ്. അയ്യുഹന്നാസു വഹുവ മഅൽ മുനാദ ജുംലത്തു മുഫീദ. ഒരു ജുംലത്തു മുഫീദയാണ് അയ്യുഹന്നാസു. അങ്ങനെ കിട്ടിയത് അങ്ങനെ ജുംലത്തു മുഫീദയാവുക. ഒരു ഫീലും ഫായിലോ അല്ലെങ്കിൽ ഒക്കെ കൂടുമ്പോഴല്ലേ, ഫീലും നായി ഫായിലൊക്കെ കൂടുമ്പോഴല്ലേ ജുംലത്തു മുഫീദയാവുക, മൂത്തി ഖബറൊക്കെ ആകുമ്പോൾ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ യാ യുഹന്നാസു എങ്ങനെ ജുംലത്തു മുഫീദയാവുക എന്ന് ചോദിച്ചാൽ അതൊരു ഫീലിൻ്റെ സ്ഥാനത്ത് പകരം വന്നതാണ് എന്നുള്ളതാണ്. ലിഅന്നഹു നായിബുൻ മനാബ ഫീലിൻ, ഒരു ഫീലും ഫായിലൊക്കെ കൂടിയതിൻ്റെ സ്ഥാനത്ത് വന്നതാണ്. ഉനാദിന്നാസ എന്നാണ്, ഞാൻ ജനങ്ങളെ വിളിക്കുന്നു എന്ന്. അപ്പോൾ ഒരു ഉനാദിൻ്റെ സ്ഥാനത്താണ് അയ്യുഹന്നാസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായി? ജുംലത്ത് മുഫീദായില്ലേ? ജനങ്ങളെ എന്ന് വിളിച്ചാൽ അർത്ഥം അയ്യുഹന്നാസു ഉനാദിന്നാസ, ഞാൻ ജനങ്ങളെ വിളിക്കുന്നു എന്നല്ലേ. ലിഅന്നഹു നായിബുൻ മനാബ ഫീലിൻ, അതൊരു ഫീലിൻ്റെ സ്ഥാനത്ത് വന്നതാണ്. ദഅഉതു നാദൈതു അന്നാസ എന്നൊക്കെയാണ് അർത്ഥം. ഇനി അയ്യ എന്താണ്? അയ്യ എന്നുള്ളത് കൊടുത്തത് യന്നാസു എന്ന് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അയ്യനെ കൂട്ടിയതാണ്. യന്നാസു എന്ന് ഈ മാരിഫൻ്റെ അടയാളാണല്ലോ നിദയും അലിഫ്ലാമും ഒക്കെ അല്ലേ. അലിഫ്ലാം മാരിഫയാണ്, നിദാവും ഏതന്നെയാണ്? മാരിഫ് തന്നെയാണ്. രണ്ടും കൂടി ഒരുമിച്ച് കൂടുതൽ പ്രയാസമായതുകൊണ്ട് താരീഫിൻ്റെ രണ്ടക്ഷരം യാവും അലിഫ്ലാം രണ്ടും കൂടി ഒരുമിച്ച് പ്രയാസമായതുകൊണ്ടാണ് അതിനിടയിൽ അയ്യ് കൊടുത്തത്. ജോയില വുസ്ലത്തൻ ഇലാ നിദായിൽ മുഅറഫി ബിൽ ലാമി, ലാമ് കൊണ്ട് മാരിഫിയാക്കപ്പെട്ട ആ അന്നാസിനെ വിളിക്കാനുള്ള ഒരു മാർഗം എന്ന രീതിയിലാണ് അയ്യനെ വെച്ചത്. എന്തുകൊണ്ട്? ഫൈന ഇദ്ഖാലയ അലൈഹി, കാരണം അന്നാസ് എന്നതിൽ അലിഫ്ലാമുള്ളതിൽ ഈ യാവിനെ പ്രവേശിക്കുക എന്നുള്ളത് മുതഅദ്ദിറുൻ, അത് പ്രയാസമുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? തഅദ്ദുരിൽ ജംഇ ബൈന ഹർഫി താരീഫി, താരീഫിൻ്റെ രണ്ട് ഹർഫുകൾ ഒരുമിച്ച് കൂട്ടുക എന്നുള്ള പ്രയാസം ഉണ്ടായതുകൊണ്ട് യാ എന്നുള്ള ഹർഫും അന്നാസ് എന്ന അലിഫ്ലാമും. കാരണം രണ്ട് മിസ്ല് പോലെയാണ്. അപ്പം മിസ്ലായ രണ്ട് സാധനം ഒരുമിച്ച് കൂടാൻ പാടില്ലല്ലോ. ഫൈനഹുമാ ക മിസ്ലൈൻ, തുല്യമായ രണ്ടെണ്ണം പോലെയാണ്. താരീഫിന് രണ്ട് സാധനം പാടല്ലോ. എന്നിട്ട് വഅതിയ ഹുക്മുൽ മുനാദ, ഈ അയ്യിനെ കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഈ മുനാദിൻ്റെ ഹുക്കും അയ്യിന് കൊടുത്തു. വഅതിയ ഹുക്മുൽ മുനാദ. അപ്പം യന്നാസു എന്ന് പറയുന്നിടത്ത് അന്നാസു എന്നതിൻ്റെ ഹുക്കും എവിടെ കൊടുത്തു? അയ്യ് എന്നുള്ളതിന് കൊടുത്തു. എന്നിട്ട് അന്നാസിനെ അതിൻ്റെ സിഫത്താക്കി. വൗജ്രി അലൈഹിൽ മഖ്സൂദ് ബിൻ നിസാ, നിദ കൊണ്ട് മഖ്സൂദായിട്ടുള്ള അന്നാസിനെ അതിന്മേൽ കൊണ്ടുവരപ്പെട്ടു. വസ്ഫൻ മൂദിഹല്ലഹു, അതിനെ വ്യക്തമാക്കുന്ന ഒരു വസ്ഫായിട്ട്. വസ്ഫ് മൂദിഹത്തുണ്ട്, ആദ്യം പറഞ്ഞതിനെ തന്നെ ഒന്നുകൂടി വ്യക്തമാക്കുന്ന ഒന്ന്. അപ്പോൾ അയ്യു എന്നുള്ളതാണ് മുനാദ, അന്നാസു എന്നുള്ളത് സിഫത്താണ്. യാ റഫ്നിദ അയ്യു. അപ്പോൾ പിന്നെ വൽതുസിമ റഫ്ഉഹു, പക്ഷേ അയ്യു എന്നതിനേക്ക് സിഫത്താണ് അന്നാസു എന്നത്. അങ്ങനെ സിഫത്തായിട്ട് വരുന്നിടത്ത്, മുനാദക്ക് സിഫത്തായിട്ട് വരുന്നോട്ട് റഫ്ഉ നസ്ബും പറ്റാറുണ്ടല്ലോ സാധാരണ. യാ സൈദുനിൽ ലരീഫു, യാ സൈദുനിൽ ലരീഫ രണ്ടും പറ്റുന്നതല്ലേ നമ്മൾ പഠിച്ചത്. മുനാദക്ക് സിഫത്തായിട്ട് വരുമ്പോൾ
മഹല്ല് നസ്ബായതുകൊണ്ട് ലരീഫ എന്ന് വായിക്കാം, ലഫ്ലിൽ റഫായതുകൊണ്ട് ലരീഫു എന്ന് വായിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. മുനാദൻ്റെ സിഫത്തിന് റഫും കൊടുക്കുക നസ്ബും കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ യാ അയ്യുഹൻ നാസ എന്നും യാ അയ്യുഹൻ നാസു എന്ന് രണ്ടും പറയണ്ടേ എന്നൊരു ചോദ്യം. അത് പറ്റില്ല, അത് വേണ്ട. വൽത്തുസിമ റഫ് നിർബന്ധമാണ്. അന്നാസു എന്ന് തന്നെ പറയണം. ഇഷ്ആറൻ അത് അറിയിക്കാൻ ബി അന്നഹുൽ മഖ്സൂദു, അന്നാസു ആണ് മഖ്സൂദ് എന്നറിയിക്കാൻ വേണ്ടി. സാധാരണ സിഫത്ത് പറയുന്നിടത്ത് മൗസൂഫാണ് മഖ്സൂദാവുക. ഇവിടെ അയ്യ് എന്നുള്ളതല്ല മഖ്സൂദ്, യന്നാസു, അന്നാസ് തന്നെയാണ് മഖ്സൂദ്. അപ്പോൾ അയ്യില്ലാതെ അന്നാസിനെ ഇത് ചെയ്യുകയാണെങ്കിൽ റഫ് മാത്രമല്ലേ പറ്റുള്ളൂ. യാ റജുലു, യാ സൈദു, യാ റജുലു. ഇഷ്ആറൻ അറിയിക്കാൻ ബി അന്നഹുൽ മഖ്സൂദു, അത് മാത്രമാണ് മഖ്സൂദ് എന്നും. ശരി, പിന്നെ തന്നെ തമ്പീഹിൻ്റെ ആവ് കൊടുത്തത് യാ എന്ന് പറഞ്ഞാൽ തന്നെ തമ്പീഹല്ലേ, വിളി തന്നെ ഒരു തമ്പീഹല്ലേ. പിന്നെ ഇതിനെ അയ്യുന്നാസു എന്ന് പറഞ്ഞാൽ പോലെ യാ അയ്യുന്നാസു അയ്യുഹന്നാസു എന്തിനാ? അതിനൊരു കാരണം, രണ്ട് കാരണമുണ്ട്. ഒന്ന് തൈക്കീദിന് വേണ്ടി. യാ എന്നത് തമ്പീഹിനാണ്, ഉണർത്താനാണ്. ആ ഉണർത്തൽ ഒന്നും കൂടെ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഓ ജനങ്ങളെ, തൈക്കീദിന് വേണ്ടിയാണ്. ഒക്കിഹിമത്ത് ബൈനഹുമാ ഹാവു തമ്പീഹി, ഈ അയ്യിൻ്റെയും അന്നാസിൻ്റെയും ഇടയിൽ തമ്പീഹിൻ്റെ ആൾ കടത്തിക്കൂട്ടി തൈക്കീദിന് വേണ്ടിയും. രണ്ടാമത്തത് അയ്യ് എന്നതിനെ സാധാരണ ഇളാബത്ത് ചെയ്യാനാണ് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ കണ്ടില്ലേ? അയ്യുഹും, അയ്യുഹു, അയ്യുഹ, അല്ലേ? ഇങ്ങനെ അയ്യുഹ, അയ്യുഹ, അയ്യുഹു എന്നൊക്കെ പറഞ്ഞിട്ട് തൈക്കീദ് ചെയ്തിട്ടാണ് എന്താക്കാറ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അല്ല, ഇളാബത്ത് ചെയ്തിട്ട് അയ്യുഹു, അയ്യുഹ, അയ്യുഹു, അയ്യത്തുഹ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ഇളാബത്തില്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് കൊടുത്താണ്. അപ്പോൾ തഅദീമൻ പകരമായിട്ടും അമ്മാ യസ്തഹിഖുഹു അയ്യും മിനൽ മുളാഫിലൈഹി, മുളാഫിലൈഹി അയ്യ് അർഹിക്കുന്ന ഒരു മുളാഫിലൈഹി ഉണ്ടല്ലോ, അയ്യിന് അർഹതപ്പെട്ട ഒരു മുളാഫിലൈഹി ഇവിടെ പറയാത്തത് കൊണ്ട് അതിന് പകരമായിട്ട് കൊടുത്താണ്. അപ്പോൾ യാ അയ്യുഹന്നാസ് പറഞ്ഞു. ഖുർആനിൽ ഈ വിളി സാധാരണ ഉണ്ട്, അയ്യുഹന്നാസ്. നമ്മൾ സാധാരണ പ്രസംഗിക്കുമ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളെ, സുഹൃത്തുക്കളെ എന്ന് പറയില്ലേ? ഖുർആനിൽ ഇത് വല്ലാതെ വർദ്ധിക്കാൻ കാരണം എന്താണ്? അതൊന്ന് അർത്ഥം വെച്ച് പോയാൽ മതിയാവും തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം വിശദീകരിക്കണ്ട. ഒന്നൊരു തൈക്കീത് കിട്ടാൻ, അത് പറയപ്പെടാൻ പോകുന്നത് വലിയൊരു കാര്യമാണ് ഉണർത്താൻ. കാരണം ആളുകൾ അധികരും എന്ത് ചെയ്യും? അശ്രദ്ധരായിരിക്കുമല്ലോ. വൈന്നമാ കസുറൻ നിദാ അലാ ഹാദിഹി ത്വരീഖത്തി ഫിൽ ഖുർആൻ, ഈ രീതിയിൽ ഖുർആനിൽ ധാരാളം വിളികൾ വന്നിട്ടുണ്ട്. ലിസ്തിഖ്ലാലിഹി ബി ഔജുഹി മിന തൗഖീദ്, കാരണം അതിൽ ഒരുപാട് ഐറ്റം തൗക്കീദുകൾ അതിലുണ്ട് എന്ന കാരണത്താൽ. ഇസ്തിഖ്ലാലിഹി അതിന് പ്രത്യേകതയാണ്. ബി ഔജുഹി മിന തൗക്കീദ്, ഒരുപാട് ഐറ്റം തൗക്കീദ് ഉണ്ട് എന്നതാണ് ഒന്നാമത്തെ കാരണം. അതായത് നോക്കി നിങ്ങൾ, യാ എന്നുള്ളൊരു തമ്പീഹ്, ഹാ എന്നുള്ളൊരു തമ്പീഹ്, അപരിധിക്ക് തൈക്കീത് കൂടി, പിന്നെ ഒരവ്യക്തമാക്കിയതിന് ശേഷം ഒരു വ്യക്തമാക്കി പറയില്ല. അയ്യോ, യാ അയ്യോ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഒരു ബഈദിൻ്റെ പദം തിരഞ്ഞെടുക്കൽ, അതേമാതിരി തമ്പീഹിൻ്റെ അർഫുകൊണ്ടെന്ന് തൈക്കീത് ചെയ്യൽ, സിഫത്ത് പറയൽ, സിഫത്ത് മൂദിഹത്ത് പറയൽ, ഇങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. വക്കുല്ലുമാൻ ആദല്ലാഹു തആല ഇബാദുഹു മിൻ ഹൈസു ഇന്നഹാ ഉമൂറുൻ ഇളാമുൻ മിൻ ഹഖ്ഖിഹാ അൻ യതഫത്തന ലഹാ വയഖ്ബലു ബിഖുലൂബിഹിം അലൈഹാ വഅക്സറുഹും അൻഹാ ഗാഫിലൂൻ ഹഖീഖും ബിഅൻ യുനാദാ ലഹു ബിൽ ആഖദിൽ അബ്ലഗി എന്ന് ഒന്നിച്ചൊരു ഇബാറത്താണ് കേട്ടോ. വകുല്ലുമാൻ ആദല്ലാഹു ലഹു ഇബാദുഹു, അള്ളാഹു ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ അടിമകളെ വിളിച്ചിട്ടുള്ളത്, അതെന്തുകൊണ്ടാണ് വിളിക്കുന്നത്? മിൻഹൈസു ഇൻഹാ ഉമൂറുൻ ഇളാമുൻ, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന നിലക്ക്, ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ അള്ളാഹു തആല അടിമകൾ ഏതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടോ അതെല്ലാം മിൻ ഹഖ്ഖിഹാ അൻ യതഫത്തനു ലഹാ, അവയോടുള്ള കടമ ആ കാര്യങ്ങളെ നന്നായി ബോധവാന്മാരാവുക എന്നുള്ളതാണ്. യതഫത്തനു ലഹാ, ആ കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടിമകൾ ബോധവാന്മാരാവുക എന്നതും യഖ്ബിലു ബിഖുലൂബിഹിം അലൈഹി, ഹൃദയം കൊണ്ട് അതിനെ അഭിമുഖീകരിക്കുക, സ്വീകരിക്കുക എന്നതുമാണ്. വഅക്സറുഹും അൻഹാ ഗാഫിലൂൻ, എന്നാൽ
അധികരിച്ച ആളുകളും ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. അങ്ങനെയായ അല്ലാഹു തആല വിളിച്ചതെല്ലാം വലിയ കാര്യങ്ങൾ മിനായിസുന്നഹ ഉമൂറുൻ അദാബു മിൻ ഹഖിയായത പത്തുനുലഹ യഖ്ബലു ബിഖുലൂബിഹിം അലിയ വഅക്സറു മൻ ഗാഫിലുൻ. അധികം ആളുകളും അശ്രദ്ധരായിരിക്കെ ജനങ്ങൾ ബോധവാന്മാരാവുകയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന നിലക്ക് അള്ളാഹു അടിമകളെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടോ അതെല്ലാം ഹഖീഖുൻ ബിഅൻ യുനാദാ ലഹു. ആ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടാൻ ആ വിഷയം അർഹതപ്പെട്ടതാണ്. എങ്ങനെ വിളിക്കപ്പെടാൻ? ബിൽ അഖദിൽ അബ്ലഗി, ഏറ്റവും ശക്തമായ പൂർണ്ണമായ രീതിയിൽ വിളിക്കപ്പെടാൻ അർഹതാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസു എന്ന് വിളിച്ചിട്ടുള്ളത്. കുല്ലുമാൻ ആദാ എന്നുള്ള മൂത്തയാണ്, ഹഖീഖുൻ എന്നുള്ളത് ഖബറാണ്. അങ്ങനെ വിളിക്കപ്പെട്ടതെല്ലാം ഹഖീഖുൻ, അത് ആ കാര്യങ്ങൾ അർഹതപ്പെട്ടതാണ്. ആ കാര്യങ്ങൾ അർഹത ഉണ്ട്. യുനാദാലുഹു, അതിനു വേണ്ടി വിളിക്കപ്പെടാൻ ബിൽ അഖദിൽ അബ്ലഗി, ഏറ്റവും ശക്തമായ ഭാഷയിൽ. വൽ ജുമൂ വഅസ്മാഉൽ മുഹല്ലാത്ത് ബില്ലാമിൽ ലുമൂമിൻ ഹൈസു ലാ അഹദ വതദുല്ലു അലൈഹി സിഹത്തുൽ ഇസ്തിസ്നാ മിൻഹാ വതൗകീദു ബിമാ യുഫീദുൽ ഉമൂം കഖൗലിഹി തആല വസൽ മലായികത്തു കുല്ലുഹും മജ്മഊൻ. വസ്തിദ്ലാലു സഹാബത്തി ബിഉമൂമിഹാ ശായിഅൻ ദായിഅൻ ഫന്നാസി യഉമുൽ മൗജൂദീൻ വഖ്ത നുസൂലി ലഫ്ദൻ വമൻ സയൂജദു മാനൻ ലിമാ തവാത്തറ മിൻ ദീനിഹി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന മുഖ്തദാ ഖിതാബിഹി വഹക്കാമഹു ഷാമിലുൽ ഖബീലത്തിൻ സാബിത്തുൻ ലാ ഖിയാമി സഅതി ഇല്ലാ മാ ഖസ്സഹു ദലീൽ. എല്ലാം കൂടെ ഒറ്റ കാര്യമാണ്. അന്നാസ് എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയുമാണ് അർത്ഥം. അന്നാസ് എന്ന് അലിഫ്ലാമുള്ള ജമ്മാണല്ലോ, നേരെ ജമ്മല്ല, ഇസ്മു ജമ്മാണ്. ജമ്മായാലും ഇസ്മു ജമ്മായാലും അതൊക്കെ ഉമൂമിനാണ്. അഹദില്ലാത്തയിടത്ത്, പ്രത്യേകമായ ആളുകളെ ഉദ്ദേശിക്കപ്പെടാത്തയിടത്തൊക്കെ ആമായിട്ടാണ് ഉപയോഗിക്കുക. അതിന് തെളിവ് എന്താണെന്ന് വെച്ചാൽ ആമാവുമ്പോഴേ ഇസ്തിസ്ന ചെയ്യാൻ പറ്റുള്ളൂ. ഉമൂമിൻ്റെ തൗക്കീദ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സഹാബാക്കൾ അങ്ങനെ തന്നെ എന്തായിട്ടുണ്ട്, ആമായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്നാണ് ഖിയാമ നാൾ വരെ വരാൻ പോകുന്ന എല്ലാ ജനങ്ങളെയും വിളിച്ചിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാതെ ഇത് വിളിക്കുന്ന സമയത്ത് മാത്രമല്ല ജനങ്ങളെ അല്ല. അവരെ മാത്രമാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിന് പ്രത്യേകമായ ദലീൽ വരേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക. വൽ ജുമൂ, ജമ്മുകളും, ഏത് ജമ്മായാലും, ബസ്മാ ഉഹ, ഇസ്മു ജമ്മുകളും. ഇപ്പോൾ ഉദാഹരണത്തിന് റഹ്ത്ത്, ഖൗമ്, നാസ് എന്നൊക്കെ പറയുന്നു. അതിൽ ലഫ്ദിൽ മുഫ്രദ് ഉണ്ടാവില്ല, മായനോട് ജമ്മിൻ്റെ മായനായിരിക്കും ഉണ്ടാവുക. റഹ്ത്ത്, ഖൗമ് എന്നൊക്കെ പറയുന്ന ഈ ജമ്മുകളും ഇസ്മു ജമ്മുകളും അൽ മുഹല്ലാത്ത് ബില്ലാമി, അലിഫ്ലാമുള്ള ലിൽ ഉമൂമി, അത് ഉമൂമിനാണ്, എല്ലാം എന്നർത്ഥമാണ്. ഹൈസുല അഹദ, അത് അഹദ് ഒരറിയപ്പെട്ട ആളുകൾ വിഭാഗം ഇല്ലാതിരിക്കുമ്പോൾ, അഹദിൻ്റെ അലിഫ്ലാമല്ലാത്തപ്പോൾ എന്നർത്ഥം. അതിന് തെളിവെന്താ? തദുല്ലു അലൈഹി സിഹത്തുൽ അതിന് ഇസ്തിസ്ന ചെയ്യാൻ പറ്റും. ഇസ്തിസ്ന ചെയ്യണമെങ്കിൽ പിന്നെ എല്ലാം എന്നർത്ഥം അവിടെ വരണ്ടേ. തൗക്കീദ് ബിമാ യഫീദുൽ ഉമൂമിനെ അറിയിക്കുന്ന പദങ്ങൾ കൊണ്ട് തൗക്കീദ് ചെയ്യാനും പറ്റും. നോക്കൂ, സജദൽ മലായിക്കത്ത്, അൽ മലായിക്കത്ത് എന്നുള്ള ഇസ്മു ജമ്മാണ്, അതിൽ അലിഫ്ലാമുണ്ട്. അപ്പോൾ അൽ മലായിക്കത്തിൻ്റെ അർത്ഥം എന്താ? എല്ലാ മലക്കളും സുജൂദ് ചെയ്തു എന്ന്. അതുകൊണ്ടാണ് കുല്ലുഹും എന്ന് തൗക്കീദ് കൊടുക്കാൻ പറ്റിയത്. ഉമൂമിനെ അറിയിക്കുന്ന പദം കൊണ്ട് തൗക്കീദ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്. പിന്നെ 3, വസ്തിദാലു സഹാബത്തി ഭൂമി, സഹാബത്തും അതിൻ്റെ ഉമൂം, അതിൻ്റെ ഉമൂം കൊണ്ട് അമൽ ലക്ഷ്യം പിടിച്ചിട്ടുണ്ട്. ഷായിഅൻ സായിയൻ, വളരെ വ്യാപകമായിട്ട്, ഒറ്റ പദമാണ് ഷായിഅൻ സായിയൻ, വളരെ വ്യാപകമായിട്ട് സഹാബത്ത് ഉമൂം കൊണ്ട് ലക്ഷ്യം പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഫന്നാസു യഅമുൽ മൗജൂദീന വഖ്ത നുസൂലി ലഫ്ദൻ വമൻ സയ്യുജദു മാനൻ. അപ്പോൾ അന്നാസ് എന്ന അള്ളാഹുവിൻ്റെ വിളി ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്തുള്ള ആളുകളെ പദം കൊണ്ട് തന്നെ ഉൾപ്പെടുത്തും. പിന്നീട് ഉണ്ടാകാൻ പോകുന്ന ആളുകളെ മായന കൊണ്ടെന്താവും, ദലാലത്ത് കൊണ്ട്, ദലീലൻ ആഖർ, ഇജ്മാവ്, ഖിയാസൊക്കെ ഇതാണ് മായന കൊണ്ട് ഉൾപ്പെടുത്തുന്നതിനാൽ മായന കൊണ്ട് ഉൾപ്പെടുത്തും. അതായത് ദലീലിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തും. എന്താ? ലിമാ തവാത്തറ മിൻ ദീനിഹി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ
ദീനിൽ തവാത്തുറായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ മാനോണ്ട് അത് അതിൽ ഉൾപ്പെടുന്നു പറയാൻ കാരണം ലിമാ തവാത്തറ മിൻ ദീനി അലൈഹി സ്വലാം, റസൂലുള്ളാഹിൻ്റെ ദീനിൽ വളരെ നിസ്തർക്കമായി അറിയപ്പെട്ട കാര്യമാണ് എന്ത്, അന്ന മുഖ്തദാ ഖിതാബിഹി വഹക്കാമോ, അള്ളാഹു തആലാൻ്റെ ഖിതാബിൻ്റെ തേട്ടവും അതിൻ്റെ അഹ്കാമുകളെല്ലാം ആയത്തും ഹദീസായാലും അതിൻ്റെ എല്ലാ അഹ്കാമുകളും ഷാമിലുള്ളിൽ ഖബീലത്തൈനി, അത് ഇറങ്ങുന്ന സമയത്തുള്ളവരെയും ഖിയാമനാൾ വരെയും പോകാൻ പോകുന്ന രണ്ട് വിഭാഗത്തെയും ഉൾപ്പെടുത്തുന്നതാണ്. സാബിത്തുൻ ഇലാ ഖിയാമിസ്സാഅ ഇല്ലാ മാ ഖസ്സഹു ദലീൽ, ദലീൽ ഒഴിവാക്കിയതൊഴികെ. അപ്പോൾ കുട്ടികൾ ഭ്രാന്തന്മാരൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് അന്നാസിൽ അവർ പെടൂല എന്ന് മാത്രം. പിന്നെ ഇത് മക്കക്കാർ മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശം, മദീനക്കാരും ഉദ്ദേശമാണ്, കാഫിര്യങ്ങളും ഉദ്ദേശമാണ്, മുസ്ലിമീങ്ങളും ഉദ്ദേശം തന്നെയാണ്. പക്ഷേ ജനങ്ങളെ നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ എന്നൊക്കെ കാഫിര്യങ്ങളോട് പറയുമ്പോൾ അതിന് മുമ്പ് അവർ ഈമാൻ ഉൾക്കൊള്ളൂ എന്നുള്ളൊരു അർത്ഥം കൂടെ ഇതിലുണ്ട് എന്ന് മാത്രം. ഒമാർ റുബിയൻ അൽഖമത്ത വൽ ഹസൻ എന്നിവരത്തോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന കുല്ല ഷൈഇൻ നസല ഫീഹി യാ യുഹന്നാസ്, യാ യുഹന്നാസ് എന്നിറങ്ങിയിട്ടുള്ള ഏതൊക്കെ സൂറത്തുണ്ട് അതെല്ലാം മക്കിയാണ് എന്നും യാ യുഹല്ലദീന ആമനു എന്നുള്ളത് മദനിയാണ് എന്നും പറഞ്ഞത്. അപ്പോൾ പിന്നെ യാ യുഹന്നാസിൽ മക്കാർ മാത്രമല്ലേ പെടുള്ളൂ, കാഫിര്യങ്ങൾ മാത്രമല്ലേ പെടുള്ളൂ? അത് ഇൻ സഹറഫു, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണെങ്കിൽ ആവുകയാണെങ്കിൽ, ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നത് പ്രബലമായി വരികയാണെങ്കിൽ തന്നെ ഫലാ യുജിബു തഖ്സീസുഹു ബിൽ കുഫാർ, യാ യുഹന്നാസ് എന്നുള്ള കാഫിര്യങ്ങളോട് മാത്രമുള്ള സംബോധന ആകുന്നില്ല, സംബോധനത്തെ അത് അനിവാര്യം നിർബന്ധമാക്കുന്നില്ല. വല അംറഹും ബിൽ ഇബാദത്തി, കാഫിര്യങ്ങളോട് ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചു എന്നും വരില്ല. എന്തുകൊണ്ട്? കാരണം ഇബാദത്ത് ചെയ്യൂ എന്നുള്ള രണ്ടർത്ഥത്തിന് ഇബാദത്ത് തുടങ്ങൂ എന്നാക്കാം, ഇബാദത്ത് വർദ്ധിപ്പിക്കൂ എന്നാക്കാം. ഇബാദത്ത് തുടങ്ങൂ എന്നാണെങ്കിൽ അത് കാഫിര്യങ്ങളോടാണ്, ഈമാൻ ഉണ്ടാക്കിയാണ് ഇബാദത്ത് തുടങ്ങാൻ. അതേസമയത്ത് ഇബാദത്ത് വർദ്ധിപ്പിക്കൂ എന്നാണെങ്കിൽ മുഅ്മിനീങ്ങളോടാണ്. അത് രണ്ടിനും പറ്റിയ പദമാണ് ഉഅ്ബുദൂ എന്നുള്ളത്. ഫൈനൽ മഅ്മൂറ ബിഹി, ഇവിടെ യാ യുഹന്നാസ് ഉഅ്ബുദൂ എന്നോട് കൽപ്പിക്കപ്പെട്ടത് ഹുൽ മുസ്തറഖു ബൈന ബദ്ഇൽ ഇബാദ വ സിയാദത്തി ഫിഹാ വൽ മുആദബത്തി അലൈഹാ, ഇബാദത്ത് തുടങ്ങലും പെട്ടു, ഇബാദത്ത് വർദ്ധിപ്പിക്കലും പെട്ടു, ഇബാദത്ത് പതിവാക്കലും പെട്ടു, എല്ലാം പെട്ടു. ഫൽ മത്ലൂബിൻ അൽ കുഫാരി, കാഫിര്യങ്ങളോട് ഉഅ്ബുദൂ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വശുറൂ ഫിഹാ ബഅദൽ ഇത്യാൻ ബിമാ യജിബു തഖ്ദീമുഹു, ഇബാദത്തിൽ പ്രവേശിക്കലാണ്. എപ്പോൾ പ്രവേശിക്കുക? ഇബാദത്തിൽ പ്രവേശിക്കുന്നതിന് അനിവാര്യമായ കാര്യങ്ങൾ ആദ്യം നിർവഹിച്ചതിന് ശേഷം ബഅദൽ ഇത്യാൻ ബിമാ യജിബു തഖ്ദീമുഹു, ഇബാദത്തിനേക്കാൾ മുന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ നിർബന്ധമായിട്ടുള്ളത്, അത് കൊണ്ടുവന്നതിന് ശേഷം. അതേതാ? മിനൽ മാരിഫത്തി, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതും വൽ ഇഖ്റാർ ബിസ്വാനി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാം. അതെങ്ങനെ കിട്ടുക? ഇബാദത്ത് എടുക്കൂ എന്നുള്ളതിനെങ്ങനെ ഈമാൻ കൊള്ളൂ എന്ന് അർത്ഥം കിട്ടുക? അതുണ്ട്. ഫൈന മിൻ ലവാസിമി വുജൂബി ശൈഇ, ഒരു വസ്തു നിർബന്ധമാകുന്നതിനുള്ള അനിവാര്യതയിൽപ്പെട്ടതാണ് വുജൂബു മാ ലാ യത്തിമു ഇല്ലാ ബിഹി, ആ കാര്യം പൂർത്തിയാൻ ആവശ്യമായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം നിർബന്ധമാവുക എന്നുള്ളത്. ഒളു ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് കിണറ്റിൽ നിന്ന് വെള്ളം മുക്കണം എന്നുള്ളത്. കാരണം മാ ലാ യത്തിമു ഇല്ലാ ബിഹി, ഒളു ഉണ്ടാക്കുക എന്നുള്ളത് കിണറിൽ നിന്ന് വെള്ളം മുക്കിയാലല്ലാതെ പൂർത്തിയാവില്ലല്ലോ. അതാണ് ഫൈന മിൻ ലവാസിമി വുജൂബി ശൈഇ, ഒരു വസ്തു നിർബന്ധമാകുന്നതിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ്, അനിവാര്യതകളിൽപ്പെട്ടതാണ് വുജൂബു മാ ലാ യത്തിമു ഇല്ലാ ബിഹി, ആ കാര്യം പൂർത്തിയാകാൻ എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നിർബന്ധമാവുക എന്നുള്ളത്. ഉദാഹരണം, വകാന്നമാ ലതസലാ യമന വുജൂബ സലാത്തി, അശുദ്ധി ഉണ്ട് എന്നുള്ളത് നിസ്കാരം നിർബന്ധമാകുന്നതിന് തടസ്സമല്ലല്ലോ. അശുദ്ധി ഉള്ളവരോട് നിസ്കരിക്കുമെന്ന് പറഞ്ഞൂടെ? അതിനർത്ഥം എന്താ? ഒതുണ്ടാക്കി നിസ്കരിക്കുമെന്നാണ്. എന്നതുപോലെ ഫൽ കുഫ്റു ലാ യമന വുജൂബൽ ഇബാദത്തി, കുഫ്ർ ഇബാദത്തിൻ്റെ വുജൂബിനെ തടയുന്നതല്ല. അപ്പോൾ ഇബാദത്ത് ചെയ്യുമെന്ന് കാഫിര്യങ്ങളോടും പറയാം. വൽ യജിബു ഷൈഉ വൽ യജിബു ഷൈഉ വൽ യജിബു റഫ്ഉഹു, അപ്പം പിന്നെന്താ നിർബന്ധം? കുഫറിനെ ഉയർത്തലാണ് നിർബന്ധം. കാഫിറിനോട് നിസ്കരിക്കണേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിർബന്ധം കുഫറിനെ ഉയർത്തുക, അതിനൊഴിവാക്കുക എന്നുള്ളതും വൽ ഇസ്തിഖാലു ബിഹാ അഖിബഹു, എന്നിട്ട് ആ ഇബാദത്തുമായിട്ട് എന്ത് ചെയ്യുക, അതിന് ശേഷം ജോലിയാവുക എന്നതുമാണ്. അപ്പം ഒടുക്കത്തഫ് ഫൽ മത്ലൂബ് മിനൽ കുഫാരി എന്നുള്ളത് കാഫിരീങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഹുവ ശുറഉ ഫീഹ, ഇബാദത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ബഅദൽ ഇത്യാനി ബിമാ യജിബു തഖ്ദീമുഹു, ഇബാദത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം.
പിന്നെ മുഅ്മിനീങ്ങളിൽ നിന്ന് ഉഅ്ബുദു എന്ന് പറഞ്ഞാൽ വമിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് ഉഅ്ബുദു എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇസ്തിയാദുഹും, അവരിങ്ങനെ വർദ്ധിക്കുക, ഇബാദത്ത് കൂട്ടുക, വസബാത്തുഹും അലൈഹ, ഇബാദത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞു. ഇനി ഉഅ്ബുദു റബ്ബക്കും എന്ന് പറഞ്ഞതിനാണ് നിങ്ങളെ റബ്ബിനെ എന്ന്. വൈനമാക്കാല റബ്ബക്കും, ഉഅ്ബുദു റബ്ബക്കും എന്ന് പറയാൻ കാരണം തംബീഹുപ്പെടുത്താനാണ്. അലാ അന്നൽ മൂജിബൽ ഇബാദത്ത്, ഇബാദത്ത് ചെയ്യണം എന്നതിന് നിർബന്ധമാക്കിയ കാരണം തെർബിയത്തു, നിങ്ങൾ തെർബിയത്ത് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം എന്ന് പറയാൻ കാരണം എന്താ? അള്ളാഹു നിങ്ങൾ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളത്. പരിപാലിക്കുന്ന ആക്കാനല്ല ഇബാദത്ത് എടുക്കേണ്ടത്, അല്ലാതെ പരിപാലിക്കാത്ത ആക്കാം അല്ല. നിങ്ങളെ പരിപാലിക്കുന്നവനായ ഒരുത്തൻ നിങ്ങൾ ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിപാലിക്കുന്നു എന്ന കാരണത്തിന് വേണ്ടി എന്നാണ് അർത്ഥം. അതാണ് മുജിബ്, കാരണം. ഇബാദത്തിൻ്റെ കാരണം തെർബിയത്താണ്. ഓക്കെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസീക്കും ബിദ്ദുആ.